ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ജീവിതം പരാജയപ്പെട്ട് ദൈവകൽപ്പനകളിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിതം ഒരു പരാജയമായി തീർന്നു എന്ന് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവസന്നിധി വിട്ട് അകന്നുപോയാലും ഏതവസ്ഥയിൽ നിന്നും നമ്മെ മടക്കി വരുത്താൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം ഉണ്ട്. ഇന്ന് ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ജീവിതം പരാജയപ്പെട്ട് ദൈവകൽപ്പനകളിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിതം ഒരു പരാജയമായി തീർന്നു എന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, നിങ്ങളെ മടക്കി വരുത്തുവാനും നിങ്ങളെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് തിരികെ ചേർക്കുവാനും കർത്താവിന് കഴിയും എന്ന് നാം വിശ്വസിക്കണം. ഹോശേയ പ്രവചനത്തിലൂടെ നാം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെപ്പറ്റി, അവരുടെ പാപങ്ങളെപ്പറ്റി, അവരോട് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെപ്പറ്റിയൊക്കെ പ്രവാചകരിലൂടെ ദൈവം അരുളി ചെയ്യുന്നു. എന്നാൽ യഹൂദ ജനത്തെപ്പറ്റിയും ഇസ്രായേലിനെ പറ്റിയൊക്കെ വളരെ കോപത്തോടെ സംസാരിച്ച ദൈവം തന്നെ അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. അതായത് ഏതെല്ലാം തകർച്ച നേരിട്ടാലും അവരെ എണ്ണത്തിൽ കുറയ്ക്കാതെ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് ദൈവം ഉറപ്പിക്കുന്നു. പിന്നീട് നാം കാണുന്നത്, നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവരോട് പറയും. ദൈവകോപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനത്തെ അത്തരത്തിൽ എന്നേക്കുമായി തള്ളിക്കളയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പകരം അവരെ ദൈവത്തിൻ്റെ ജനമെന്ന് പറഞ്ഞുകൊണ്ട് മടക്കിയെടുക്കുന്നു. നമുക്കറിയാം, ഒരു ഭവനത്തിൽ നിന്ന് തൻ്റെ അവകാശമൊക്കെ വാങ്ങി പരദേശത്തേക്ക് ഓടിപ്പോയ ഒരു മകനെ പറ്റി നാം സുവിശേഷങ്ങളിൽ വായിക്കാം. എന്നാൽ അവൻ്റെ തെറ്റ് മനസ്സിലാക്കി അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിച്ചപ്പോൾ അവൻ പോയ വഴികളെല്ലാം ഓർത്ത് അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അവിടെ വന്ന്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ഒരു ദാസനെ പോലെ, കൂലിക്കാരനെ പോലെ എന്നെ ചേർക്കണമേ എന്ന് പറഞ്ഞ് മുഴുമിപ്പിക്കും മുമ്പേ അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അവന് പുതിയ വസ്ത്രം നൽകി, അവന് പുതിയ ചെരുപ്പ് നൽകി, അവന് മോതിരം നൽകി ആ ഭവനത്തിലേക്ക് തിരികെ ചേർത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഏതെല്ലാം പരാജയത്തിൻ്റെ മേഖലകളിലൂടെ കടന്നുപോയാലും ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു. ഏതവസ്ഥയിൽ നിന്നും നമ്മുടെ ദൈവത്തിന് മടക്കി വരുത്തുവാൻ കഴിയും. ഏത് തകർച്ചയിൽ നിന്നും നമ്മുടെ ദൈവത്തിന് നമ്മെ പണിയുവാൻ കഴിയും. ഏത് ഇല്ലായ്മയിൽ നിന്നും ദൈവത്തിന് പുതിയതിനെ ഉളവാക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അവൻ ജനമല്ല എന്ന് പറഞ്ഞവരെ എൻ്റെ ജനമെന്ന് വിളിക്കും. ഒരിക്കൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നാം വഴുതിപ്പോയെങ്കിൽ, നാം പരാജയപ്പെട്ടു പോയെങ്കിൽ നമ്മുടെ കർത്താവിന് നമ്മെ പണിയാൻ കഴിയും. ഹോശേയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഹോവ എൻ്റെ രക്ഷയാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ രക്ഷയായ ദൈവം, നമ്മുടെ പാറയായ ദൈവം, നമ്മുടെ സങ്കേതമായ ദൈവം നമ്മെ പണിയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മെ പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മെ വീണ്ടും അവരോട് ചേർത്തൊട്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ പ്രഭാതം കർത്താവിനോട് ചേർന്ന് പിന്നെയും മുൻപോട്ട് യാത്ര ചെയ്യുവാനുള്ള ആ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും.